എല്ലാവരും പറയുന്ന മാതിരി ലെജൻഡറി സൂപ്പർ സ്റ്റാർ അത് ഇത് എവ്രിതിങ് ഇസ് ഗിവൻ ടു ഹിം. ബട്ട് എനിക്ക് പുതിയതായിട്ട് ഞാൻ കണ്ടറിഞ്ഞ ഒരു ഇത് വാസ് ഒരു ചൈൽഡ് ലൈക്ക് നേച്ചർ. പുതിയ കാര്യങ്ങൾ ചെയ്യണം, പുതിയ കാര്യങ്ങൾ ഇനിയും കുറേ ക്യാരക്ടേഴ്സ് ചെയ്യണം. സോ ദെൻ ഐ ജസ്റ്റ് ഇനി എന്ത് ക്യാരക്ടേഴ്സ് ഉള്ള ചെയ്യാൻ വരുന്ന ഒരു മമ്മൂക്ക ചിത്രമാണെങ്കിൽ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ മാറ്റും. അയ്യോ ഒന്നും നോക്കില്ല, നേരെ പോയി അങ്ങ് അഭിനയിക്കുക. പറ്റിയ 2 ഡയലോഗ് അധികം പറയാൻ പറ്റുക, ഇതൊക്കെ മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ എക്സ്ട്രാ വേറെ ഒരു സംഭവം ഇല്ല. കഴിഞ്ഞ സ്കെഡ്യൂളിൽ ലാസ്റ്റ് ഞാൻ എൻ്റെ സാരി ഇങ്ങനെ നനഞ്ഞിട്ട് ഞാൻ സാരി ഇങ്ങനെ പൊക്കി പിടിച്ച് ഹോട്ടലിലേക്ക് പോവാ. അപ്പം പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് മാഡം ജി എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി നേരെ വന്നിട്ട് കാലിലേക്ക് വീണു. അയ്യോ ഞാൻ എന്നിട്ട് അനുഗ്രഹം കൊടുത്തോ? ഇങ്ങോട്ട് ചോദ്യം വന്നിരുന്നു, ജീവിതത്തിൽ പോലീസുകാരനായതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു രീതിയിലേക്കുള്ള ഒരു രൂപത്തിലോ ഭാവത്തിലോ എന്തെങ്കിലും കാണിക്കണം എന്നുള്ള രീതിയിലേക്ക് ചോദ്യം. അദ്ദേഹത്തിന്റെ സീനിലൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു പോലീസുകാരനായിട്ട് ജോലി ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പരിപാടികളും അല്ലെങ്കിൽ പോലീസുകാരായിട്ട് അത്രയും അടുപ്പുണ്ടാവണം. ഏതോ ഒന്ന് സംഭവം അറിയാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മാതിരി പോലീസിങ് ഇത്ര കൃത്യമായിട്ട് ചെയ്യത്തില്ല. ഈ റെമ്യൂണറേഷന്റെ കാര്യം സംസാരിക്കണം എന്ന് വരുമ്പോ തന്നെ എനിക്ക് എന്നാവാറുണ്ട്. സോ അത് ആ ഒരു ഇത് മാറ്റണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് 10 രൂപയെ കിട്ടുള്ളൂ, ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ഒരു സീനില് ഒരുമിച്ചൊരു ഡയലോഗ് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഞാനങ്ങ് ബ്ലാക്ക് ഔട്ട് ആയി. റിഹേഴ്സൽ ഞാൻ നന്നായിട്ട് ചെയ്തതാണ്. പക്ഷെ സാറപ്പം പറഞ്ഞത് നീ എന്ത് നന്നായിട്ട് ചെയ്തു തരികയായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ ഹൈ ആയത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് നന്നായി സാറ് പറയുമ്പോൾ എനിക്കവിടെ ഭയങ്കര പോസിറ്റീവ് സാധനം.